രാവിലെ ഞാൻ പൂരിക്ക് പരത്തി വെച്ചേ. അപ്പോൾ കറിക്ക് ഇതേണ്ട ഞാൻ സവാളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും എടുത്തു വെച്ചു. ഒരു 3-4 കിഴങ്ങും കൂടെ പുഴുങ്ങി വെച്ച് ഉപ്പിട്ട് പുഴുങ്ങി വെച്ച് ഇത് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് വഴട്ടിയെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പം ഞാൻ ആ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് മസാല ഇതിനകത്ത് ചേർക്കുന്ന ഗരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചമുളക് കുറവായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുരുമുളക് ഇച്ചിരി കൂടുതലിടാം. ഒരിച്ചിരി എരി ആയിക്കോട്ടെ. പിന്നെ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് വഴറ്റിയിട്ട് ആ കിഴങ്ങൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് കറി നന്നായിട്ടൊന്ന് കുറുകുന്നുണ്ടേ ഇറക്കുന്നതിന് തൊട്ട് മുന്നേ ഒരിച്ചിരി തേങ്ങ ഞാൻ തിരുമ്മി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് അത് പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്കങ്ങ് ഇറക്കാം. അപ്പം നമ്മുടെ കറി ഈ ഉരുളക്കിഴങ്ങിൻ്റെ നല്ല കുറുകലുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഞാൻ ഇച്ചിരി അങ്ങ് ഒഴിച്ചതാണ്. ദേ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരടുപ്പേ പൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പൂരി റെഡിയാക്കി മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകി വറ്റി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൂടെ ഒഴിച്ച് നമുക്കങ്ങ് മാറ്റാം. എന്നിട്ട് രാവിലെ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. അച്ഛനാ ആദ്യം കൊടുക്കുക. അച്ഛനാ കഴിച്ചിട്ട് ആദ്യം പോകുന്ന അച്ഛനാ ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ അച്ഛന് കഴിക്കാനെടുത്ത് ദേ നമ്മുടെ പൂരിയും കറി. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഇതാ. ഓക്കെ, ബൈ.